ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി. പക്ഷേ ഇന്നേ വരെ ഗിഫ്റ്റ് പോലും വാങ്ങി വെക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഫൈനലി ബർത്ത്ഡേ ദിവസം വന്നെത്തി. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിനൊക്കെ. ചില നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് അതൊരു ലൈക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയിരിക്കാം ഞാൻ വീഡിയോ ഇടുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഫുള്ള് കണ്ടാലോ. അപ്പം ഞാൻ നേരെ റെഡിയായി നേരെ നെക്സസ് കോരമംഗലയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ അവരെ പിക്ക് ചെയ്ത് നേരെ നൈക്കീൻ്റെ ഷോപ്പിലായിരുന്നു പോയത്. കാരണം ഏട്ടന് ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഷൂസ് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ഷൂവും വാങ്ങി നേരെ അമ്മേൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. കാരണം അമ്മ ഏട്ടന് ഷർട്ട് വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെസ്റ്റ് സൈഡ്സിൽ പോയി അവിടുന്ന് ഒരു ഷർട്ട് എടുത്തു. അങ്ങനെ അതും കൂടി ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിലെത്തി ഞങ്ങൾ നേരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയിട്ടായിരുന്നു പോയത്. അപ്പം ബാക്കി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ മുട്ട ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കനൊക്കെ മറൈനേറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പം അതിനുശേഷം ഞങ്ങൾ കക്കിരിക്ക ജസ്റ്റ് ഒന്ന് കക്കിരിക്ക കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ പായസം ഉണ്ടാക്കാൻ നേരത്തെ. അപ്പം ഞാൻ പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരുപാട് കാലമായി. പക്ഷെ ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫ്രണ്ട്സിന് പായസമൊക്കെ കൊടുത്ത് ഞാൻ നേരെ അവരെയും കൂട്ടി കേക്ക് വാങ്ങാൻ പോയിട്ടോ. അതിനുശേഷം അവരെ യാത്ര അയച്ച് ഞാൻ നേരെ പൂ വാങ്ങാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പൂവൊക്കെ വാങ്ങി റൂമിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇതളൊക്കെ അടർത്തിയിടണം. അപ്പോൾ ഈ ഒരു പൂവ് എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ ചില ആൾക്കാരൊക്കെ ഈ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ തലയിൽ എറിയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. സോ അത് എനിക്ക് എന്തോ ഒരു ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പൂ വാങ്ങിയത്. അങ്ങനെ ഞാൻ ഏട്ടൻ വരുമ്പോഴേക്കും കേക്കും കാൻഡിലും ഒക്കെ സെറ്റ് ചെയ്തു റെഡി ആയിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം നേരെ റെഡിയായി ഞങ്ങൾ ഫിലിം കാണാനാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ എമ്പുരാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മണിക്കായിരുന്നു ഷോ. അങ്ങനെ ഞങ്ങൾ നേരെ റെഡിയായി എമ്പുരാനൊക്കെ കാണാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.